ബിഗ് ബോസ് ഹൗസിൽ സിജോനെ അടിച്ച കേസിൽ സംഭവത്തിൽ റോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കൺഫെഷൻ റൂമിൽ കാണുന്നത്. റോക്കിയുടെ കയ്യിൽ നിന്ന് പോയി. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയിലും തെറ്റുണ്ട്. സത്യത്തിൽ റോക്കി കരയണ കാണുമ്പോൾ സങ്കടമുണ്ട്. തെറ്റ് പറ്റിപ്പോയി. ഒരാളെയും ഫിസിക്കൽ അസൾട്ട് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ സീസണിൽ റോബിൻ ചെയ്തു, ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടുള്ളൂ. പക്ഷേ റോബിനെ പുറത്താക്കിയതാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോഴിതാ സിജോനെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. സിജോന് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ എന്തായാലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും റോക്കി പറയുന്നത് കരഞ്ഞുകൊണ്ട്, ഡാ സിജോ സോറിയിടാ, നിൻ്റെ അമ്മോടും അച്ഛനോടും എല്ലാവരോടും കേരളത്തിലുള്ള എല്ലാവരോടും ഞാൻ മാപ്പ് പറയും. എൻ്റെ ഇത് തെറ്റ് പറ്റിപ്പോയി, നീ എന്തിനാടാ എന്നെ തൊട്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് റോക്കി കരയുന്നത്. 6 വർഷത്തെ എൻ്റെ കാത്തിരിപ്പായിരുന്നുടാ ഇത് എന്ന് പറയുന്നുണ്ട്. അത് വെറും 1 മിനിറ്റ് കൊണ്ടാണ് റോക്കി ഇല്ലാണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾക്ക് പിന്നിൽ പറക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എവിടെയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പോൾ റോക്കിയുടെ കാര്യത്തിലാണെങ്കിലും സംഭവിച്ചതാണ്. തെറ്റുപറ്റിപ്പോയി, ചെയ്യരുതായിരുന്നു, മാറിപ്പോയാൽ മതിയായിരുന്നു ആ വഴക്കുണ്ടാവുന്ന സമയത്ത്. പക്ഷേ റോക്കി മാറിപ്പോയില്ല. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്നെ തല്ലടാ എന്ന് വീണ്ടും പറഞ്ഞു റോക്കി. സിജോ പക്ഷേ തല്ലിയ വേദനയിൽ സിജോ അവിടെ സ്റ്റക്കായി പോവുകയാണ് ചെയ്തത്. എന്തായാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി എന്തൊക്കെ ആവുമെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് ബിഗ് ബോസ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാം. ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം. മെഡിക്കൽ റൂമിലേക്ക് സിജോനെ വിളിച്ചിട്ടുണ്ട്. ഇനി സിജോൻ്റെ കണ്ടീഷൻ അറിഞ്ഞ് സിജോ എന്ത് പറയുമെന്ന് അനുസരിച്ചായിരിക്കും റോക്കിയുടെ നിലനിൽപ്പ്. റോക്കി മറ്റേ മൈക്കൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. റോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചത്തടിക്കുന്നുണ്ട്, മേത്തടിക്കുന്നുണ്ട്. തെറ്റുപറ്റി പോയി റോക്കിക്ക്.